ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് 5ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കുറേ പേർക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, ഒത്തിരി പ്രയോജനമുണ്ട്, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇപ്പൊ കുറേയൊക്കെ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും എളുപ്പമായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാനിപ്പോ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് നോക്കൂ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 ക്ലാസ്സുകളിൽ കൂടി പഠിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിൽ ഇത് എഴുതി വെച്ചോളുക. ഈസ് ആ മാറിന്റെ അർത്ഥം ആണ് എന്ന്. വാസ് വേർ ആയിരുന്നു. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് അർത്ഥം. ഈസ് നോട്ട്, ആർ നോട്ട്, ആം നോട്ട് കൊണ്ടു കേട്ടോ, ഞാനിവിടെ എഴുതിയിട്ടില്ല, അല്ല എന്നാണ്, കാരണം ഇതിന്റെ നെഗറ്റീവാണ്. അപ്പൊ ഇതാണ് എന്നായി, ഇവിടെ അല്ല എന്നായി. വാസ് നോട്ട്, വേർ നോട്ട്, അതായത് വാസിൻ വേറിറ്റ് ആയിരുന്നില്ല. വാസ് വേർ ആയിരുന്നു എന്നാണ് അർത്ഥം, ആയിരുന്നില്ല എന്നാണ്. എഗെയിൻ ഡിഡ് നോട്ട്, ഡിഡ് ചെയ്തു, ചെയ്തു എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു. ഡിഡ് നോട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ചെയ്തിട്ടില്ല എന്നും കൂടെ എഴുതിക്കോളൂ. ചെയ്തിട്ടില്ല, ഡിഡ് പാസ്റ്റ് ആണ് എന്ന് എഴുതിക്കോളൂ. ഇനി ഒരു കാര്യം കൂടി എഴുതിക്കോളൂ. വാസ വേറിന്റെ കൂടെ വേർബ് ആണെങ്കിൽ ING, നൗൺ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, വേർബ് ആണെങ്കിൽ ING. ഈ സാമാറിന്റെ കൂടെയും വേർബ് ആണെങ്കിൽ ING. ഇവരുടെ കൂടെയും വേർബ് ആണെങ്കിൽ ING, ഇവിടെയും വേർബ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കണേ, ING. ഇനി ഡുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബ് V1 ഫോം. ഇവിടെയും ഡിഡ് നോട്ടിന്റെ കൂടെയും V1 ഫോം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളൂ പെട്ടെന്ന് തന്നെ. അപ്പൊ നോക്കൂ, നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് വെച്ചിട്ട് ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ. ഞാൻ ഇന്നലെ അവന്റെ വീട്ടിൽ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു, എന്നാലും ഞാൻ ബെല്ലടിച്ചു നോക്കി, ആരെയും കണ്ടില്ല. നിങ്ങൾ വായിച്ചല്ലോ. ഞാൻ ഇന്നലെ അവന്റെ വീട്ടിലെത്തിയപ്പോൾ വാതിൽ നമ്മള് ഓരോ ടെൻസ് മാത്രം പഠിക്കുകയല്ല ചെയ്യണത്. അത് കഴിയുമ്പോൾ അതനുസരിച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ വേഗം ഇത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിലോട്ടൊന്ന് പെട്ടെന്ന് എഴുതൂ. അപ്പൊ എല്ലാവരും എഴുതി, നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ അവന്റെ വീട്ടിൽ എത്തിയപ്പോൾ, ഇത്രയും ഭാഗം നമുക്ക് എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത്? എത്തിയപ്പോൾ എഴുതാൻ നമ്മൾ എന്താവണം? എത്തി പ്ലസ് അപ്പോൾ എന്ന് എഴുതണം. അപ്പൊ നമ്മൾ വെൻ, അപ്പോൾ എന്ന് പറയാൻ വെൻ എഴുതി. വെൻ, ആര്? ഞാൻ. എത്തുക, റീച്ച്, എത്തി, റീച്ച്ഡ്. വെൻ ഐ റീച്ച്ഡ്, എവിടെയാണ്? അവന്റെ വീട്ടിൽ. വെൻ ഐ റീച്ച് അവന്റെ, ഹിസ് ഹൗസ്. വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹൗസ്, അവന്റെ വീട്ടിൽ. എപ്പോ? ഇന്നലെ, യെസ്റ്റർഡേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹൗസ് യെസ്റ്റർഡേ, എത്തിയപ്പോൾ. എത്തി പ്ലസ് അപ്പോൾ. അപ്പോൾ എന്ന് പറയാൻ വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹൗസ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവന്റെ വീട്ടിൽ എത്തിയപ്പോൾ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് അത്രയും എഴുതേണ്ടത്. ആരും എഴുതാൻ അറിയില്ല എന്നൊന്നും പറയരുത്. ഇത്രയും ക്ലിയർ ആയല്ലോ? എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വാതിൽ എന്ന് പറയാൻ നമുക്ക് ഡോർ. അപ്പൊ നമ്മൾ ഡോർ എന്ന് എഴുതിയാൽ മതിയോ? പറ്റില്ല അല്ലേ? ആ വാതിൽ എന്ന് പറയാൻ ദ ഡോർ, ദ ഉപയോഗിക്കുന്നത്. ആ വാതിൽ, ദ ഡോർ, തുറന്നു കിടക്കുക ആയിരുന്നു. സെന്റൻസിന്റെ അവസാന ഭാഗം എടുത്തു. വാസ് ഓപ്പൺ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓപ്പണിങ് വേണ്ടേന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും. വേണ്ട. കാര്യം എന്താണ്? ഡോറ് തുറന്നത് എന്താണ്? ആരോ ഒരാൾ ചെയ്തൊരു പ്രവൃത്തിയാണ്. അതൊരു പാസീവ് വോയിസ് എന്ന് പറയും. നമ്മളത് പഠിച്ചിട്ടില്ല. നമ്മളത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഡോറ് തുറന്നു കിടക്കുമായിരുന്നു എന്ന് പറയാൻ ദ ഡോർ വാസ് ഓപ്പൺ. ഡോറ് തുറന്നു കിടക്കുവാണെന്ന് പറയാൻ ഡോർ ഈസ് ഓപ്പൺ. ഇത് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ദ ഡോർ വാസ് ഓപ്പൺ. ഡോറ് വാസ് ആയിരുന്നു, തുറന്നു കിടക്കുകയായിരുന്നു. എന്നാലും ഒന്നെങ്കിൽ നമുക്ക് ബട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഓൾദോ എന്ന് കൊടുക്കാം. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഓൾദോ. എന്നാലും ബുക്കിൽ എഴുതി വെക്കൂ. എന്നാലും ഓൾദോ. എന്ത് ചെയ്തു? ഞാൻ ബെല്ലടിച്ചു നോക്കി. നിങ്ങൾ വേഗം എഴുതൂ. അത്രയും ഭാഗം നിങ്ങൾ എഴുതൂ. ഞാൻ ബെല്ലടിച്ചു നോക്കി എന്ന് എഴുതൂ.
ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ് ബെല്ലടിച്ചു എന്നൊരു വാക്ക് നോക്കി. അപ്പൊ സി അല്ലെങ്കിൽ വാച്ച് വേണം, ബെല്ലടിക്കുക എന്നുള്ളതും വേണമെന്ന്. അങ്ങനല്ല, ഇത് ഒറ്റ വാക്കല്ലേ. ബെല്ലടിച്ചു നോക്കി, ബെല്ലടിച്ചു നോക്കി എന്നുള്ള രണ്ട് വാക്കല്ല. ബെല്ലടിച്ചു നോക്കി എന്നുള്ളത് നമ്മളിപ്പോ ഇവിടെ പറയുമ്പോൾ അത് ഒറ്റ വാക്കാണ്. അപ്പൊ നമുക്ക് ഒന്ന് മതി. ആരാണ് ചെയ്തത്? ഞാൻ. റിംഗ് അല്ലല്ലോ, ബെല്ലടിച്ചു എന്നല്ലേ വേണ്ടത്. ഐ റാങ് ദ ബെൽ. ഇത്ര മതി. ഐ റാങ് ദ ബെൽ. ബെല്ലടിച്ചു. ഇപ്പൊ ഈ നോക്കി എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതണം. എന്ത്? ബെല്ലടിച്ചു. ഇനി ഞാൻ അകത്തി എഴുതുവാണ് നോക്കി. ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് വേർബ. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനല്ലല്ലോ എഴുതിയത്. നമ്മൾ എങ്ങനെ എഴുതുന്നത്? ബെല്ലടിച്ചു നോക്കി. ഇതൊറ്റ വേർബ. അപ്പൊ ബെല്ലടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം, അല്ലെ? ഐ റാങ് ദ ബെൽ. ഞാന് ബെല്ലടിച്ച് നോക്കി. എന്നിട്ട് എന്തുണ്ടായി? ആരെയും കണ്ടില്ല. പെട്ടെന്ന് എഴുതൂ. ആരെയും കണ്ടില്ല. നമ്മളിവിടെ പക്ഷേ വെക്കുക കേട്ടോ. കാര്യം അവിടെ ഞാൻ മലയാളത്തിൽ കൊടുക്കാൻ പറഞ്ഞ എന്നാലല്ലേ അത് ചേരുള്ളൂ. ബെല്ലടിച്ച് നോക്കി, പക്ഷേ ഞാൻ ആരെയും കണ്ടില്ല. ആയി. നമ്മൾ ഇന്നലത്തെ കാര്യമല്ലേ പറയുന്നത്? ആയി. അപ്പൊ ഇന്നലത്തെ കാര്യം പറയണമെങ്കിൽ കണ്ടില്ല അല്ലെ കണ്ടിട്ടില്ല. ഐ ഡിഡ് നോട്ട് സീ എനിവൺ. ആരുമില്ല അല്ലെങ്കിൽ നോ വൺ. എന്ത് വേണമെങ്കിലും ചേർക്കാം. എനിവൺ എന്ന് എഴുതാം, നോ വൺ എന്നും എഴുതാം. ആരുമില്ല എന്ന് പറയാം. അപ്പൊ ഐ ഡിഡിന്റ് സീ എനിവൺ. ഇന്നലത്തെ കാര്യമല്ലേ നമ്മൾ പറയണത്. അപ്പൊ എങ്ങനെ വായിക്കുക? When I reached his house yesterday, the door was open. Although, നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം കേട്ടോ. Although I rang the bell, but I didn't see anyone. ഞാൻ ആരെയും കണ്ടില്ല. നിങ്ങൾ പെട്ടെന്ന് വായിക്കൂ. ഞാൻ ഇന്നലെ അവന്റെ വീട്ടിലെത്തിയപ്പോൾ when I reached his house yesterday, വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. The door was open. എന്നാലും ഞാൻ ബെല്ലടിച്ചു. Although I rang the bell, പക്ഷേ ആരെയും കണ്ടില്ല. I did not അല്ലെങ്കിൽ I didn't see anyone. ആരെയും കണ്ടില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ഈ ഡിഡ് നോട്ടിന്റെ സെന്റൻസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പൊ നോക്കൂ, നമ്മൾ ഇന്ന് ഇത് പഠിക്കുന്നത് അവൾ വന്നു. അവൾ വന്നു എന്ന് എങ്ങനെ എഴുതുക? നിങ്ങൾ പെട്ടെന്ന് എഴുതിക്കോളൂ. അവൾ വന്നു. ഷീ came. ഇത് വേറൊരു രീതിയിലും എഴുതാമെന്ന്. അവൾ വന്നേ. അവൾ വന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയണം അവൾ വന്നേ. എങ്ങനെ പറയൂ? അന്ന് നമ്മൾ അങ്ങനെ പറയില്ലേ? അവൾ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാൾ അവൾ വന്നോ, അവൾ വന്നേ എങ്ങനെ പറയും? ഷീ ഡിഡ് കം. ഷീ ഡിഡ് കം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ 3 ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കേട്ടു നോക്കാം. ഇനി അവൾ വന്നില്ല. അവൾ വന്നു എന്ന് പറയാം. ഷീ കെയിം എന്ന് എഴുതി. അവൾ വന്നില്ല. നമ്മുടെ ഇവിടെ സൈലന്റ് ആയിട്ട് ഡിഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഷീ ഡിഡ് നോട്ട് കം. ഷീ ഡിഡ് നോട്ട് കെയിം അല്ല, ഷീ ഡിഡ് നോട്ട് കം. അവൾ വന്നില്ല. അവൻ ചെയ്തില്ല. ഹി ഡിഡിന്റ്. അതായത് ഡിഡ് നോട്ട്, അതായത് ഡിൻഡ് എന്ന് പറഞ്ഞാൽ മതി. ചെയ്തില്ല. ഡു. അവർ, ദേ ഡിൻഡ്. എഴുതിയില്ല. റൈറ്റ്. ഇന്നലത്തെ കാര്യമാണ്. ഇത് കഴിഞ്ഞു പോയ കാര്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഡിഡ് എന്താണ്? പാസ്റ്റ് ആണ്. കഴിഞ്ഞ കാര്യമാണ് ഡിഡിൽ പറയേണ്ടത്. അപ്പൊ ഇത് നാളത്തെ കാര്യമല്ല നമ്മൾ പറയണത്. അവർ എഴുതിയില്ല. ദേ ഡിഡിന്റ് റൈറ്റ്. അവൻ ചെയ്തില്ല. ഹി ഡിഡിന്റ് ഡു. ഷീ ഡിഡിന്റ് കം. അതായത് ഷീ ഡിഡിന്റ് കം. അവൾ വന്നില്ല. ഇവിടെ നമ്മൾ V2 അല്ല എഴുതിയത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കൂ. ഡിഡ് നോട്ട് പ്ലസ് V1 എന്ന് പറഞ്ഞാല് ചെയ്തില്ല, വന്നില്ല, പറഞ്ഞില്ല, കളിച്ചില്ല എന്നൊക്കെ ആകും. നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കൂ. ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നും പറയാം. പക്ഷെ ഇത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. നിങ്ങളിത് ഓർത്ത് വെക്കുക. നമുക്ക് ഇത് ഹാസ് ഹാവും വെച്ചൊക്കെ പറയാം, ബില്ലിലും പറയാം. പക്ഷെ ഇതെന്താണ്? ഡിഡ് പാസ്റ്റ് ആണെന്ന് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ബുക്കിൽ റെഡ് ലൈനിൽ എഴുതി വെക്കുക. എന്താണ്? കഴിഞ്ഞ കാര്യത്തിനാണ് എന്ത്? ഡിഡ് നോട്ട്. അപ്പോൾ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, പറഞ്ഞില്ല, പോയില്ല, വന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ഡിഡിന്റ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്, പറയേണ്ടത്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഞങ്ങൾക്കിത് മനസ്സിലായോ?
ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇന്ന് തീർന്നു. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് നോക്കൂ. ദേ വേറിറ്റ് ക്ലിയർ, ദേ ഡിഡിൻ ക്ലിയർ. എന്താണ് വ്യത്യാസം? ദേ വേറിറ്റ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിരുന്നില്ല, അവർക്ക് വ്യക്തമായിരുന്നില്ല. ദേ ഡിഡിൻ ക്ലിയർ, അവർ വ്യക്തമാക്കിയില്ല എന്നർത്ഥത്തിൽ. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? ദേ വേറിറ്റ് ക്ലിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായിരുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചോ, അതൊന്നും അവർക്ക് ക്ലിയർ ആയിരുന്നില്ല. വാസ് വേറിന്റെ അർത്ഥം ആയിരുന്നില്ല, അത് ക്ലിയർ ആയിരുന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നില്ല. ദേ ഡിഡിന്റ് ക്ലിയർ, അവര് വ്യക്തമാക്കി. ഇപ്പോ ചില കാര്യങ്ങൾ നമ്മളിപ്പോ എന്താ ഡിഡ് നോട്ട് എന്തെന്നാ പറഞ്ഞത്? പറഞ്ഞില്ല, ചെയ്തില്ല. ദേ ഡിഡ് നോട്ട് ഡു. അപ്പൊ ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഡിഡിന്റ് അല്ലെങ്കിൽ ഡിഡ് ഡു എന്ന് പറഞ്ഞാൽ അവർ ചെയ്തില്ല എന്ന, എന്തെങ്കിലും ഒരു പ്രവൃത്തി അവര് ചെയ്തില്ല. അതേപോലെയാണ് ദേ ഡിഡിന്റ് ക്ലിയർ എന്ന് പറഞ്ഞാൽ അവര് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുത്തില്ല, അവരങ്ങനെ ചെയ്തിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരത് വ്യക്തമാക്കിയിട്ടില്ല. അതേപോലെ ചെയ്തില്ല, പ്രവൃത്തി ചെയ്തില്ല. അതുപോലെ ക്ലിയർ എന്ന കാര്യം അവര് ചെയ്തില്ല. ഇവിടെ എന്താണ്? ദേ വേറിന്റ് ക്ലിയർ, അവർക്ക് ക്ലിയർ ആയിരുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ? എനിക്ക് വ്യക്തമായിരുന്നില്ല, മേഡത്തിന്റെ ക്ലാസ് വ്യക്തമായിരുന്നില്ല, എനിക്ക് മനസ്സിലായിരുന്നില്ല, എങ്ങനെ പറയാം? ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ അർത്ഥം ആയിരുന്നില്ല എന്ന്, ഇത് അത്രയും ഓർത്താൽ മതി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. ആയിരുന്നില്ല എന്ന സാഹചര്യത്തിൽ നമുക്ക് പറയുമ്പോൾ വേറിന്റെ അല്ലെങ്കിൽ വാസിന്റെ ഉപയോഗിക്കുക. ചെയ്തിട്ടില്ല, പോയിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഡിഡിന്റും ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജൂലൈ 20-ാം തീയതി മുതൽ 20-ാം തീയതി കുറച്ച് സീറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്, ബേസിക് ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മഴയൊക്കെയാണ്, എല്ലാവരും സൂക്ഷിക്കുക. അടുത്ത വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഒന്നും എങ്ങോട്ടും വിടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.